രാജഭരണത്തിനെതിരായ പോരാട്ടങ്ങളിലൂടെ ഈ സായുധ പോരാട്ടങ്ങൾ വരെ നടത്തി രാജഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന ജനാധിപത്യ ഭരണം പുനഃസ്ഥാപിച്ചതിന് ശേഷം ആ ജനാധിപത്യ ഭരണം പുനഃസ്ഥാപിച്ച നേതാക്കന്മാർ പിന്നെ അതിനുശേഷം രാജാക്കന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങിയതിന്റെ ദുരന്തമാണ് വാസ്തവത്തിൽ നേപ്പാളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കറിയാം, വർഷങ്ങളായിട്ട് രാജഭരണം നിലനിന്ന ലോകത്തിലെ ഏക ഹിന്ദു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ആ രാജ്യത്തിലെ രാജഭരണത്തിനെതിരായിട്ട് പിന്നെ നേപ്പാളി കോൺഗ്രസും നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ നടത്തിയ നിരന്തരമായ സമരത്തിന്റെ ഫലമായിട്ടാണ് 2006 ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാജ്യമായി അത് മാറിയത്. അതിനുശേഷം പിന്നെ വളരെയധികം നിരന്തരമായ തെരഞ്ഞെടുപ്പുകൾ നടത്തി. അതിനുശേഷം 2015 അവരൊരു പുതിയ ഭരണഘടനയും ഉണ്ടാക്കി. ആ ഭരണഘടന ഉണ്ടാക്കി നമുക്കറിയാം 2015 മുതൽ 2025 വരെ മാത്രം ഈ ഭരണ അസ്ഥിരത ആ രാജ്യത്തിന്റെ മുഖമുദ്രയായിട്ട് മാറി. 2015 മുതൽ 2025 വരെ 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 7 മന്ത്രിസഭകൾ മാറി വന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രിസഭകൾ മാറി വന്നത്? നമ്മൾ കാണേണ്ട ഒരു കാര്യം, അധികാരത്തിൽ ഏത് വിധേനയും കടിച്ചു തൂങ്ങുക എന്ന ഒരൊറ്റ അജണ്ട മാത്രം വെച്ചുകൊണ്ടാണ് ഈ ആളുകൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കസേരകളി നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിശക്തമായ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടിയിട്ടാണ് അധികാരത്തിൽ വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി UML എന്ന് പറയുന്നതും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയിസ്റ്റ് എന്ന് പറയുന്നത്. പ്രചണ്ഡ എന്ന് പറയുന്ന നേതാവിന്റെ കീഴിലുള്ളതാണ് മാവോയിസ്റ്റുകൾ. KP ശർമ്മ ഒലി എന്ന് പറയുന്ന നേതാവിന്റെ കീഴിലുള്ളതാണ് ഈ UML എന്ന് പറയുന്ന നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മന്ത്രിസഭ ഉണ്ടാക്കുന്നു. കുറച്ചു കാലം അങ്ങനെ മന്ത്രിസഭ അവർ കരാറിന്റെ അടിസ്ഥാനത്തിൽ പകുതി വർഷം ഒരാൾ, പകുതി വർഷം വേറൊരാൾ എന്ന് പറയുന്ന തരത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നു, രണ്ടായി പോകുന്നു. ശർമ്മ ഒലി പ്രചണ്ഡയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. എന്നിട്ട് ശർമ്മ ഒലി KP ശർമ്മ ഒലി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് നേപ്പാളി കോൺഗ്രസ് എന്ന് പറയുന്ന ദൂബയുടെ ആയിട്ട് ചേർന്ന് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കുന്നു. ദൂബയുമായിട്ട് മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ പ്രചണ്ഡ ദൂബയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് പ്രചണ്ഡ വീണ്ടും മന്ത്രിസഭ ഉണ്ടാക്കുന്നു. ഈ തരത്തിൽ, അതായത് ജനങ്ങളെ അപഹാസ്യരാക്കിക്കൊണ്ട് ഈ അധികാരത്തിൽ തുടരാനും അധികാരത്തെ തുടർന്നുകൊണ്ട് അഴിമതി കാണിക്കാനും ആർപ്പാട ജീവിതം നയിക്കാനും നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, നേപ്പാളിലെ കോൺഗ്രസ് പാർട്ടി ആവട്ടെ, നേപ്പാളി കോൺഗ്രസ് പാർട്ടി ആവട്ടെ, ഈ പാർട്ടികൾ മത്സരിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് സാധാരണഗതിയിൽ ഇതൊക്കെ ഒരു പരിധിവരെ സഹിക്കുന്ന ജനം ഇതിനെതിരായിട്ടുള്ള പോരാട്ടവുമായിട്ട് രംഗത്തുന്നത്. ജെൻസി എന്ന് പറയുന്ന യുവാക്കളായിട്ടുള്ള ആളുകൾ, 1997 ശേഷം ജനിച്ച യുവാക്കളായിട്ടുള്ള ആളുകളാണ് വാസ്തവത്തിൽ ഈ വിപ്ലവത്തിനെതിരായിട്ട് മുമ്പോട്ട് വന്നത്. ഈ നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന ഈ നേപ്പാളിലെ ഭരണകൂടത്തിലെ ആളുകൾ, പ്രധാനമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ മക്കളുടെ ആർപ്പാട ജീവിതം, മന്ത്രിമാരുടെ ആർപ്പാട ജീവിതം, അവരുടെ അവരുടെ ഭവനങ്ങളൊക്കെ, ഇതൊക്കെ ഈ തൊഴിലില്ലാതെ നിൽക്കുന്ന, അവിടെ തൊഴിൽ സാധ്യതകൾ വളരെ കുറഞ്ഞു. കാരണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നേപ്പാളി ഭരണകൂടങ്ങൾ തയ്യാറാവുന്നില്ല. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 7,40,000 പേരാണ് നേപ്പാളിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോയിട്ടുള്ളത്. ഒരു ദിവസം ഏതാണ്ട് ഇപ്പോൾ 5,000-നും 2,000-നും ഇടയ്ക്കുള്ള ആളുകൾ നേപ്പാൾ വിട്ടുപോകുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ തൊഴിൽ സാധ്യതയില്ല. ആ തൊഴിൽ സാധ്യത വർദ്ധിപ്പിച്ച് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരുവിധ നടപടികളുമില്ല. ആ നടപടികളും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് യാതൊരു മാർഗവുമില്ലാതെ വന്നപ്പോഴാണ് ഈ അവിടുത്തെ അഴിമതികൾക്കെതിരായിട്ട് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, X മുതലായ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം സർക്കാർ രജിസ്റ്റർ ചെയ്തില്ല, നിങ്ങൾ അവയെല്ലാം ബാൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ലാക്ക് എന്താണ്? ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിറയെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ വാസ്തവത്തിൽ ആ വിമർശനങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ തരത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്യാത്ത 26ഓളം സാമൂഹ്യ മാധ്യമ ചാനലുകളെ ബാൻ ചെയ്തു, നിരോധിച്ചു. ആ നിരോധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാസ്തവത്തിലെ നേപ്പാളിലെ ജനങ്ങളുടെ 90% ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ പരസ്പരം ബന്ധപ്പെടാനൊന്നും കഴിയാത്ത സാഹചര്യത്തിലും ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് അവർ ഈ സെപ്റ്റംബർ മാസം 8-ാം തീയതി പോരാട്ടവുമായിട്ട് രംഗത്ത് വന്നത്. ആ പോരാട്ടവുമായി രംഗത്ത് വന്നപ്പോൾ ആ പോരാട്ടത്തിന് അതിഭയങ്കരമായ പിന്തുണ ലഭിച്ചു. കാരണം ഒരു എന്താണ് പെട്ടെന്നുള്ള ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓവർഫ്ലോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെതിരായിട്ട് ഭരണകൂടം ആക്രമണം അഴിച്ചുവിടുന്നു. ഇപ്പൊ ഏതാണ്ട് കണക്കനുസരിച്ച് 73ഓളം പേര് ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് മരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആക്രമാസക്തമായി സമരം മാറിയതോട് കൂടിയിട്ട് സമരക്കാരും അക്രമാസക്തരായി. അവിടെ പാർലമെന്റ് ആക്രമിക്കുന്നു, കോടതി ആക്രമിക്കുന്നു, സെക്രട്ടേറിയറ്റ് ആക്രമിക്കുന്നു, പ്രധാനമന്ത്രിമാരുടെ ഭവനങ്ങൾ ആക്രമിക്കുന്നു. ഒരു പ്രധാനമന്ത്രിയുടെ ഭാര്യ വരെ വീടിന് തീയിട്ടപ്പോ തീപ്പൊള്ളലേറ്റ് മരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് വിഭാഗങ്ങൾ, UML എന്ന് പറയുന്ന ഭാഗവും മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന ഭാഗവും നേപ്പാളി കോൺഗ്രസ്, ഈ പാർട്ടികളെല്ലാം വലിയ പോരാട്ടങ്ങളിലുണ്ട്. നേതാക്കന്മാർ ജയിലിൽ കിടന്ന ഒരുപാട് വർഷങ്ങൾ, 10-20 വർഷം ജയിലിൽ കിടന്ന ആളുകളൊക്കെയാണ്. ഈ അങ്ങനെയുള്ള ആളുകൾ ആ പോരാട്ടത്തിലൂടെ ജനാധിപത്യ ഭരണ സമ്പ്രദായം കൊണ്ടുവന്നിട്ട് ആരെയാണോ പിന്മാറിയത്, ആ രാജാവിനെ കളഞ്ഞിട്ട് പിന്നെ വന്ന മന്ത്രിമാർ രാജാക്കന്മാരാകാൻ തുടങ്ങിയപ്പോൾ, ആർഭാട ജീവിതം, അഴിമതി ജീവിതം നടത്താൻ തുടങ്ങിയപ്പോഴാണ് ജനങ്ങളുടെ ഈ രോഷം ശക്തമായിട്ടുണ്ടായത്. വെറും 3 കോടി ജനങ്ങൾ മാത്രമുള്ള നേപ്പാളിൽ അവർ ഈ ഭരണകൂടത്തെ 2 ദിവസത്തെ പോരാട്ടത്തിലൂടെയാണ് അവർ പുറത്താക്കിയത്. നമ്മൾ കാണേണ്ട കാര്യം, ഇത് ഈ ലോകത്തൊട്ടാകെ ഇപ്പൊ വളർന്നു വരുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്ക് രാഷ്ട്രീയത്തിൽ എല്ലാ ഭരണകൂടങ്ങളും മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ജനങ്ങളെ ഇങ്ങനെ ഈ എല്ലാ കാലത്തും ഇങ്ങനെ വിഡ്ഢികളാക്കി നിർത്താൻ കഴിയില്ല. അവർ പ്രതികരിക്കും. ആ പ്രതികരണത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല എന്നുള്ള വലിയ സന്ദേശം കൂടി ഈ നേപ്പാളിലെ വിപ്ലവം നൽകുന്നുണ്ട്.